ഞാൻ കഴിക്കാടാ. ഹലോ ഒരിക്കലും ഇറങ്ങിയാ എന്നിട്ട് എന്തുട്ടാ പറയേ പോട്ടെ. ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡിസ ബ്ലോഗ്സ്. ഞാൻ രാവിലെ തന്നെ തിന്നണ തിരക്കിലായിരുന്നു ഗയ്സ്. ഇത്ര ഉണ്ടായിരുന്നു കൂട്ടോ, ഇത്ര ഉണ്ടായത്. ഞാൻ 2 ദിവസം എടുത്തിട്ടുള്ളൂ. 2 വർഷം കൂടി ആവുമ്പോ ഇത്ര വലിയ കഴിച്ചു. പിന്നെ അതെ പുട്ട്, പപ്പടം, അതിന്റെ ഉള്ളിലുണ്ട് പപ്പടം, ചായ. എനിക്ക് ചായ, കാപ്പി. പിന്നെ മറ്റേ കടല അവിടെ ഉണ്ട്, അത് എടുത്തിട്ടില്ല അമ്മ. പുട്ടും പപ്പടം കൂടി കഴിച്ചു. അതെ ഇന്ന് ഒരു ദിവസമാണ് ഗൈസ്. അല്ല അപ്പൊ ഞാൻ തീറ്റ ഒക്കെ കഴിഞ്ഞ് എങ്ങനെ ഇരിക്കായിരുന്നു. ഒരു ഹലോ പറഞ്ഞേ എല്ലാവരോടും, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ, എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ, ഇങ്ങനെ പറഞ്ഞേ എല്ലാവരും പറഞ്ഞേ. ഹസ് ബേബി എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറഞ്ഞടാ. തന്നെ അതെനിക്കറിയാം. എന്തൊക്കെയോടെ കാണിക്കുന്നുണ്ട് കാണിക്കണേ. പരിപാടികളൊക്കെ ഓൺ ദ വേയിൽ കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട്. അതെ ഇന്നത്തെ പരിപാടികളൊക്കെ ഓൺ ദ വേയിൽ കാണിച്ചു തരാം. ഇന്ന് ആക്ച്വലി ഉണ്ണിക്ക് ഉണ്ണിയുടെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടികളാണ്. അതെ അപ്പം അത് ഓൺ ദ വേ കാണിച്ചു തരാം. ഇപ്പൊ തീറ്റ കഴിയട്ടെ. ശരി. അപ്പൊ അങ്ങനെ നമ്മുടെ രാവിലത്തെ ഫുഡ് അടി കഴിഞ്ഞ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു. പൊന്നെ എവിടെ ഉണ്ട്. പൊന്നെ ഉറങ്ങി ഏറ്റുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അവര് കുറച്ച് കഴിയുമ്പോ അല്ല അവര് കുറച്ചുമ്പോ വരാൻ നിന്നൊരു പരിപാടി എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. നമ്മുടെ ഇന്ന് ഉണ്ണിയുടെ ഫോട്ടോഷൂട്ടാണ്. അതായത് അവന്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പൊ അതിന് മുന്നായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ട്. ചന്തിമടി വേണം. പ്രീ ഫോട്ടോഷൂട്ട്. അതെ 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 അതെ. അപ്പൊ ഇന്നത് അതെ സംഭവം ഇപ്പൊ വാശി പിടിക്കണമൊന്നും അല്ല. അതെ കണ്ട ഇവിടെ ഞാൻ കുറച്ച് ടോയ്സ് എടുത്ത് വെച്ചിട്ടുണ്ടാവും അതിന്റെ ഉള്ളിൽ നിന്ന്. അപ്പൊ അത് എടുക്കാനാണ് ഇപ്പൊ അത് എടുക്കാനാണ് ഇപ്പൊ ഓളിട്ടിരിക്കണത്. അപ്പം അവരെന്തായാലും ഇച്ചിരി കഴിയുമ്പോഴാണ് വരിക ഫോട്ടോ എടുക്കണ ആൾക്കാര്. എങ്ങനെയാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. മര്യാദക്ക് ഇരുന്നാ മതിയായിരുന്നു. അതില്ല അതില്ല അതില്ല. അതെ അപ്പൊ എന്റെ കുളിയൊക്കെ കഴിഞ്ഞ എല്ലാവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് ഫോട്ടോ എടുക്കണ കാര്യങ്ങളൊക്കെ. ഡ്രസ്സൊക്കെ അവൻ ആക്കി വെച്ചിട്ടുണ്ട്, അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ ഒരു ഫാമിലി ഷൂട്ടും കൂടി ഉണ്ട്. അത് കൊറേ ഒന്നും ഇല്ല, ഒരു 4-5 ഫോട്ടോ എങ്ങനെ എടുക്കാം. അതെ അത്രേ ഉള്ളൂ. അപ്പൊ ഇനി അവരൊക്കെ വന്നിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഞാൻ ഡ്രസ്സൊക്കെ മാറി പുതിയതാ. ഇത് ശരിക്കും ഇതേപോലത്തെ കറുപ്പാണോ ബ്ലൂ ആണോ ബ്ലൂ ഉണ്ട് എന്റെ കയ്യില്. ഞാൻ അത് പുതിയത് വാങ്ങി ആമസോണിൽ നിന്ന് വാങ്ങിയേക്കണേ. ലിങ്ക് ഞാൻ താഴെയിട്ടുണ്ട്. ഇവന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഞാൻ സ്നെഗിയൊക്കെ ഇടിപ്പിച്ചിരിക്കായിരുന്നു. റൗലാപ്പിന്റെ സ്നെഗിയാണ് ഞാൻ ഇട്ടേക്കണത്. സംഭവം അതെ ഞാനിന്നൊരു പൊട്ടൊക്കെ തൊടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പൊട്ട് തൊട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് കണ്ടപ്പോ അവനും ഇഷ്ടായിട്ട് ഞാൻ അവനെ പറഞ്ഞ തൊടിപ്പിച്ച് കൊടുത്തു. ഭംഗിയുണ്ടോ നോക്കി. കൊറേ നാളായിട്ട് ഞാൻ ഇതേ ഡയപ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലവ്ലാപ്പിന്റെ സുപ്രീം ബാൻസ് തന്നെയാണ് ഉപയോഗിക്കണേ. ഇതിന് നല്ല ലീക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. 12 hours നമുക്ക് നൈറ്റ് ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലീക്കേജും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ 5 layers ഉള്ളതുകൊണ്ട് നമുക്ക് അതിന് ലീക്കേജും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്, നല്ല അബ്സോർബൻസി ഉണ്ട്. പിന്നെ ഇത് യൂറിൻ ആയ അപ്പൊ തന്നെ ജെൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അലോവേര ജെല്ലുള്ള കാരണം കൊണ്ട് മറ്റേ റാഷസോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല. 10 million pores ആണുള്ളത്. അതുകൊണ്ട് നല്ല ബ്രീത്തബിലിറ്റി ഉണ്ട്, നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ്. പിന്നെ കണ്ട ഇത് നമ്മ കണ്ട ഒരു യെല്ലോ ലൈൻ കണ്ട, അത് വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ആണ്. നല്ലപോലെ യൂറിനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാനുള്ള ഇൻഡിക്കേഷൻ ആണ് കാണിച്ചു തരണത്. ഞാൻ അവന് ലാർജ് സൈസാണ് ഉപയോഗിക്കണേ. സൂപ്പർ സംഭവമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സംഭവം. അവനൊരു കുഴപ്പങ്ങളും ഇല്ല, റാഷസോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല. ഞാൻ കുറെ നാളായിട്ട് ഇത് യൂസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനി ഇവനെ ഡ്രസ്സൊക്കെ മാറ്റിട്ടെ എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ. അതെ ചേട്ടന്റെ പേര് ഞാൻ ചോദിച്ചായിരുന്നു, പിന്നെ ഞാൻ മറന്നുപോയി.
പേര് എന്നിട്ട് പറഞ്ഞേ ഷാൽബി, റിയ. റിയ. Okay. അതെ, ഇവർ രണ്ടുപേരും നമുക്ക് വന്നേക്കാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. ബത്തേരി വയനാട്ടിൽ നിന്നല്ലേ? സുൽത്താൻ ബത്തേരി വയനാട്, അവിടെ നിന്നാണ് വന്നേക്കണേ. നമുക്ക് വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് വരണമെന്നുണ്ട്. നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം, എന്നിട്ട് നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അതെ അതെ, ഇവർ രണ്ടുപേരും നമുക്ക് ഫോട്ടോ എടുക്കാൻ വന്നത്. രണ്ടേരാത്തി ഫുഡ് കഴിക്കട്ടെ. നീ കഴിക്കല്ലേ? ഞാനും കഴിക്കല്ലേ. ഫുഡ് ഒന്നുകൂടി ഉണ്ടാക്കിയതല്ല, മേടിച്ചാ. അവനാ സ്ഥലം കാണിച്ചു കൊടുത്തേ. കാണിച്ചു കൊടുത്തേ. ഡ്രസ് പോട്ടെ. ഹായ്, ബേബിക്കുള്ള ചെയർ കണ്ടേ? ചെയർ കണ്ടാ? ആ ചെയറും ഇരിക്കാതെ ബേബി മതി മതി മതി. അങ്ങനെ എന്താ സംഭവം? എന്തൊരു സംഭവം നീ എന്നിട്ട് കാണിക്കണേ? ബേബി എന്നിട്ട് കാണിക്കണേ? ചില്ലറ തിന്നണ കടിച്ചു തിന്ന്. നീ എങ്ങനെ പോയപ്പോഴേക്കും ഫോട്ടോ എടുക്കാൻ പോകണം അല്ലേ ബേബി? ഒരു ഫോട്ടോ എടുക്കാൻ എന്തൊരു പാടാല്ലേ അല്ലേടി? നല്ലതാ. എന്നിട്ടുണ്ട് അതിന് വിളിച്ചതല്ല, ഫോട്ടോ എടുക്കാൻ വിളിച്ചത്. അവിടെ പോയി നിക്ക് ഹസ് ബേബി. എത്ര ആൾക്കാരാണ് നിന്റെ ഫോട്ടോ എടുക്കണതിന് ചുറ്റും നിക്കണേ? 1 2 3 4 ഞാനടക്കം 5 പേര്. അടുത്ത ഡ്രസ് ഇട്ട് ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ഡ്രസ് ഇതിന്റെ ഇടയില് കുറച്ച് ഡ്രസ്സുകളിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തു. അത് ഞങ്ങളല്ല, ഉണ്ണിന്റെ ഡ്രസ് മാറ്റി ഫോട്ടോ എടുത്തു. പക്ഷെ എല്ലാരും വീഡിയോ എടുത്തില്ല. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി കേസാണ് ഫോട്ടോ. അതിൽ പിക്സും കാര്യങ്ങളൊക്കെ. ഇനി ഈ ഡ്രസ് ഇട്ടിട്ട് ഫോട്ടോ ഒരു 2 പോസ് എടുക്കാം. ഈ ഫോട്ടോ ഈ ഡ്രസ് മതി. മറ്റേ ഡ്രസ് ഇട്ടിട്ട് 2 പോസ് എടുക്കാം. ഈ ഡ്രസ് ഇട്ടിട്ട് 2 പോസ് എടുക്കാം മതി. അത് ഒരു ഫോട്ടോ പോസാണ്. ബിസ്ക്കറ്റ് കൊടുക്കണതാ ഹസ് ബേബി. ബിസ്ക്കറ്റിനാവോ ഡാഡിക്ക് തരോ? ഉറക്കം വന്നിട്ടാണ് ഒന്ന്. ഇനിയിപ്പോ ലാസ്റ്റത്തെ വേറൊന്നുമില്ല, കഴിഞ്ഞു. ഇത്ര നേരത്തെ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞില്ലേ? അതെ, ഇതാണ് നമ്മുടെ കേക്ക് സ്മാഷിനുള്ള കേക്ക്. പക്ഷെ കേക്ക് മറിഞ്ഞു പോയി. അത് ഓർഡർ ചെയ്ത സാധനം. അതെ, അത് വണ്ടിയിൽ വരണ കാരണം കൊണ്ടാണ് തോന്നുന്നു അത് മറിഞ്ഞു. പാച്ച് സെറ്റ് ചെയ്തിട്ട് ചെരിഞ്ഞു പോയതാ. അതെ, ചെരിഞ്ഞു പോയി. കട്ട് ചെയ്ത് വേറെ പീസ് പോലെ സെറ്റ് ചെയ്ത് കയറ്റി വെച്ചതാ. നീ കണ്ടില്ലല്ലോ? ഞാൻ കണ്ടില്ല.
അപ്പൊ ഇനി മറിച്ചിടാണ്ടിരുന്നാ കേട്ടോ. ഞാൻ മറക്കില്ല ഇനി. അപ്പൊ ഇത് നമ്മള് അവന് കൊടുക്കും, എന്നിട്ട് അവന് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ വേണ്ടി അതൊക്കെ ഫോട്ടോ എടുക്കും. അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി അതാണ് ലാസ്റ്റത്തെ. അവൻ അലമ്പാക്കി തുടങ്ങി, അപ്പൊ ഉറക്കം വന്നിട്ടുള്ളതാണ്. അതുകൂടി കഴിഞ്ഞാൽ അവനെ കിടത്തി ഉറക്കം. ഇപ്പൊ ഇത് അവിടെ പോയി കഴിഞ്ഞാൽ അവൻ കിടന്ന് കരയണു. അതാണ് ഞാൻ ഇതും കൊണ്ട് റൂമിലേക്ക് വന്നത്. അവിടെ ഭയങ്കര കരച്ചിൽ ഇത് കണ്ടിട്ട് കൊടുക്കാണ്ട്. അപ്പൊ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് അതിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് പിന്നെ കാണാം. അതായത് ഓൺ ദ വേ കാണാം. ഫ്രണ്ടിൽ നിന്നുള്ള ആംഗിൾ മാത്രമല്ല ആവശ്യമുള്ളൂ. അവനെ അവിടെ എങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് ഓടി നേരെ കേൾക്കുമ്പോഴേക്ക് പോവാ. ഇവിടെ വെച്ചാലും ഹസ്ബേബി ഫോണിലില്ല. ഹസ്ബേബി ഇത്ര ഫ്രീഡത്തിൽ ആദ്യം കേൾക്കില്ലേ ഇട്ടിട്ട് കാണിക്കണേ. ഹസ്ബേബി മുഖത്തും തുടക്കണ്ട, മുഖത്തിരുന്നോട്ടെ. എന്നിട്ട് കാണണ്ടേ, എന്നിട്ട് കാണണ്ടതിന്റെ മണ്ണിന്റെ ഓയന്റെ എവിടെയാ? എന്തുട്ടാ നിന്റെ കോല? അമ്മ പോയി വിളിച്ചോട്ടാ. അങ്ങോട്ട് നോക്കിയേ. ആ തുടക്കാം. തിരക്കുടിക്കണ്ട. എന്നിട്ട് കാണിച്ചവൻ എന്നിട്ട് മഴയുണ്ട്. ട്രെയിൻ നിങ്ങളവിടെ ട്രെയിനിലല്ലേ? ഹലോ കാണാം. അപ്പൊ നമ്മുടെ വീഡിയോ ഷൂട്ടും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു അംഗത്തിന് ശേഷം അവൻ പോയില്ല. ഒന്ന് ഉറങ്ങി കുറച്ചു നേരം. പക്ഷെ ഞാനന്ന് ഏറ്റു പോകുന്നുള്ള അവന്റെ അടുത്തുനിന്ന്. അപ്പൊ അവന് ഏറ്റു. അതെ, അപ്പൊ അതോടുകൂടി അവന്റെ ഉറക്കം കഴിഞ്ഞപ്പോ അവര് രണ്ടുപേരും അവരെ പരിപാടി തീർത്ത് പോവാണ്. അടിപൊളിയായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വേറെ ചക്കര അലമ്പുണ്ടായില്ല, ഇവര് അലമ്പുണ്ടാക്കിയില്ല. ചേട്ടന്റെ ഹസ്ബേബി അത്രയ്ക്കുള്ള കേസ്. ചേട്ടന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പേജിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഡീറ്റെയിൽസ് ഉണ്ട്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും പോയി ചെയ്തോളില്ലേ? ഓൾ കേരള, ഓൾ ഇന്ത്യ, ഓൾ ഇന്ത്യ അത് സത്യമാണ്. ഓൾ വേൾഡ് ആണ്. ഔട്ട് ഓഫ് ഇന്ത്യ ഒക്കെ പോയി ഷുഗർ എന്നിട്ട് പറഞ്ഞ പർപ്പിൾ ഷുഗർ പർപ്പിൾ ഷുഗർ പർപ്പിൾ. പിന്നെ ചേച്ചി മറ്റേ ഇതാണ് എന്നിട്ട് അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ എല്ലാ ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഇനി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ ബൈ.